ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പബ്ലിക് എക്സാമിങ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പബ്ലിക് എക്സാമിൻ്റെ ദിവസങ്ങളൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ, അതായത് നമ്മുടെ പബ്ലിക് എക്സാമിന് മുന്നേയുള്ള ഈ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ഏത് രീതിയിൽ പഠിക്കണം, അല്ലെങ്കിൽ എന്ത് ടൈം ടേബിൾ ഫോളോ ചെയ്യണം എന്നാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പബ്ലിക് എക്സാമിൻ്റെ ടൈമിൽ സാധാരണ ടൈം ടേബിൾ അല്ലാതെ ഒരു സെപ്പറേറ്റ് രീതിയിൽ നിങ്ങൾ പഠിക്കണം, സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് വെച്ച് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി മക്കളുണ്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ എക്സാം ടൈംസിൽ അവർ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാത്തത് കാരണം നിങ്ങൾക്ക് പ്രോപ്പർ റിവിഷൻ, നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ പോലും പ്രോപ്പറായിട്ട് എക്സാം ദിവസങ്ങളിൽ നിങ്ങൾ റിവിഷൻ ചെയ്യാത്തത് കാരണം നമ്മുടെ എക്സാം ഹാളിൽ പേപ്പർ കിട്ടി, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നല്ലപോലെ ആൻസർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ നന്നായിട്ട് പഠിച്ചു, പക്ഷേ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പോലും മര്യാദയ്ക്ക് എഴുതാൻ പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയിലൂടെ എൻ്റെ കുട്ടികൾ പലരും, ഈ ഒരു വീഡിയോ കാണുന്ന പലരും കടന്നു പോയിട്ടുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും, നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് മിസ് ഇത് കമൻറ്റ് ചെയ്യാൻ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില മക്കൾ വിചാരിക്കുന്നുണ്ടാകും അത് അവരുടെ മാത്രം പ്രശ്നമാണ് അല്ലേ, എനിക്ക് മാത്രമാണ് ഇങ്ങനെ പഠിച്ചിട്ട് എക്സാം ഹാളിലെത്തുമ്പോൾ ഒന്നും എഴുതാൻ കിട്ടാതെ വരുന്നത് എന്ന്. എല്ലാവരും നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് മാത്രമാണെന്നാണ് ചിന്തിക്കുക. പക്ഷേ നിങ്ങളിൽ പലരും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ യെസ്, അതൊരു കോമൺ മിസ്റ്റേക്കാണ്, നമ്മൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും എന്ന് നമുക്ക് ഒരുമിച്ചല്ലേ, നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ നമ്മൾ അതിന് ഒരുമിച്ചൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, നമുക്കൊരു ആശ്വാസമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. ഇനി നമ്മളിതിന് എന്താണ് ചെയ്യേണ്ടത് അല്ലേ? അതായത് നമ്മളുടെ എക്സാം ടൈമിൽ, അതായത് പബ്ലിക് എക്സാമിന് മുൻപ് നമുക്ക് എന്തുണ്ടാവണം, നമുക്കൊരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാവണം എന്നാണ് മിസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളുടെ ഇപ്പം ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് കഴിഞ്ഞാൽ ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, പിന്നെ നമ്മുടെ മാത്സ് ഉണ്ട്, ദെൻ നിങ്ങൾക്ക് എന്താ ലാംഗ്വേജ്, ദെൻ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ എന്ത് വരുന്നത്, ടൈം ടേബിൾ വരുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏത് ചാപ്റ്റർ, ഏത് സബ്ജക്റ്റ് നിങ്ങൾ എപ്പോൾ പഠിക്കുന്നു, ഇതിൻ്റെ ഒരു പ്രോപ്പർ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതില്ലായിരുന്നെങ്കിൽ എന്താ പറ്റാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞ പോലെ നമ്മളെല്ലാം പഠിച്ച ഒരാളായിരിക്കും, പക്ഷേ നമുക്ക് എന്താണ് വിചാരിച്ചതുപോലെ എക്സാം എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് മിസ് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളിവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ ഈ മാത്സിന് നിങ്ങൾക്ക് എത്ര ദിവസമുണ്ട്, ഒരുപാട് ദിവസമല്ലേ, 1 2 3 4 5 6 ദിവസം. നമ്മളൊരു പ്രോപ്പർ പ്ലാൻ ഇല്ലെങ്കിൽ എപ്പോഴും എല്ലാവരും എന്താ ചിന്തിക്കുക, മാത്സ് അല്ലേ, മാത്സ് ബുദ്ധിമുട്ടാണ്, മാത്സ് ആദ്യം പഠിച്ചു തുടങ്ങാം. അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റുക, ഇത്രയും ദിവസം മാത്സിനുണ്ട്, പക്ഷേ നമ്മുടെ ഈ ഫിസിക്സിന്, ബയോളജിക്ക്, കെമിസ്ട്രിക്ക് 2 ദിവസമുണ്ട്, പക്ഷേ ഈ ഫിസിക്സിനും ബയോളജിക്കും നമുക്ക് ഒത്തിരി ദിവസങ്ങളില്ല. അപ്പം നമ്മൾ എന്താണ് എല്ലാം കൂടെ ലാസ്റ്റിൽ, അയ്യോ ഇനി ഒരു ദിവസമുള്ളൂ, ഫിസിക്സിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്, ബയോളജിയിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്, ഞാൻ എങ്ങനെ പഠിക്കും, എല്ലാം ആകെ കൂടെ പ്രശ്നത്തിലാവും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോപ്പറായിട്ടുള്ള, ഒരു എഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മിസ് സ്റ്റഡി പ്ലാനിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അല്ലേ? എപ്പോഴും നമ്മളുടെ എക്സാമിനർ നിങ്ങൾക്കൊരു ലൈവൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഇതാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം, അടുത്തത് മിസ് ഇപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ തരും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ല, കാരണം ഈ ഒരു സമയത്ത്, അതായത് നിങ്ങളുടെ എക്സാമിന് ലാസ്റ്റായില്ലേ അല്ലേ, പബ്ലിക് എക്സാം തുടങ്ങാറായി, ഈ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ് ഒരു ടൈം ടേബിൾ തന്നാൽ ഒരിക്കലും അതൊരു എഫക്റ്റീവായ ടൈം ടേബിൾ ആയിരിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ഓരോ ലെവലിലായിരിക്കും ഇപ്പോൾ ഉള്ളത്. ചില ആൾക്കാർ മാത്സിലെ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും, ഇനി ബയോളജിയും ഫിസിക്സും ആയിരിക്കും കവർ ചെയ്യാനുള്ളത്. ചില ആൾക്കാർ ഫിസിക്സും ബയോളജിയൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും, മാത്സ് ആയിരിക്കും പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഓരോ സബ്ജക്ട്സിലും എത്രത്തോളം നിങ്ങൾ പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? അപ്പം മിസ് ഇവിടെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി തരാണ്, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി തരാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും എഫക്റ്റീവ് ആവുമെന്ന്? ഒരിക്കലുമില്ല. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇനി ഞങ്ങൾ ഉണ്ടാക്കി തരുന്നത് അത്രത്തോളം ഇഫക്റ്റീവ് ആവില്ല. അതിനർത്ഥം ടൈം ടേബിൾ വേണ്ട, സ്റ്റഡി പ്ലാൻ വേണ്ട എന്നാണോ? ഒരിക്കലും അല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഞാൻ എവിടെ എത്തി, ഞാൻ എത്ര പഠിച്ചു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എക്സാമിന് ഓരോ ദിവസം മുമ്പ് നിങ്ങൾക്ക് എന്താണ് സ്റ്റഡി ലീവുകളുണ്ട് അല്ലേ? ഇതിന് മുൻപാണെങ്കിലും ഇപ്പോൾ നിങ്ങളെല്ലാവരും സ്റ്റഡി ലീവിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ ഈ സ്റ്റഡി ലീവുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കൊരു ദിവസം ഒരു 24 hours സമയമുണ്ട് അല്ലേ? ഈ 24 മണിക്കൂർ നിങ്ങൾ ഉറങ്ങില്ല, നിങ്ങൾക്ക് മിനിമം എന്തായാലും എത്ര വേണം, ഒരു 7 to 8 hours നമുക്ക് സ്ലീപ്പ് വേണം അല്ലേ?
അപ്പോൾ ഒരു 7 hours നിങ്ങൾ ഉറങ്ങിയാലും നമ്മളുടെ കയ്യിൽ ബാക്കി എത്രയുണ്ട്? ഒരു 17 മണിക്കൂറോളം സമയമുണ്ട്. ആ 17 മണിക്കൂറിൽ നിങ്ങൾ 1-2 മണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റ് നിങ്ങളൊന്ന് റിഫ്രഷ്ഡായി നിങ്ങൾ ഭക്ഷണം കഴിച്ചു, അങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും ഒരു 3 hours നിങ്ങൾ വെറുതെ കളഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റൊന്ന് റിഫ്രഷ്ഡ് ആവാനും നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോയാൽ തന്നെ ബാക്കി നമ്മളുടെ കയ്യിൽ 14 hours ഉണ്ട്. ഈ 14 hours പഠിക്കണമെന്നാണ് മിസ് പറയണേ? ഒരിക്കലല്ല. ഈ 14 hours മിനിമം നിങ്ങൾ ഒരു 8 മണിക്കൂർ പഠിക്കാൻ റെഡിയാവണം. മിനിമം ഒരു 8 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ റെഡിയാവണം. ഈ 8 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. പഠിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ റിവൈസ് ചെയ്യണം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ടുള്ളത്, ഏതാണോ നിങ്ങൾക്ക് ഇനി റിവിഷൻ ആവശ്യമുള്ളത്, ആ ഭാഗങ്ങൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ സ്റ്റഡി ലീവുകൾ നിങ്ങൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ പബ്ലിക് എക്സാം നല്ലപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ഒരു 8 hours മിസ് പറഞ്ഞു. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ എത്ര മണിക്കാണ്? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. മിസ് നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരും, ചില ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നവരായിരിക്കും, ചില ആൾക്കാർ വൈകിട്ട് രാത്രി ഒത്തിരി നേരം ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഏതാണോ പ്രിഫറൻസ് ആ രീതി നിങ്ങൾ ഫിക്സ് ചെയ്യുക. പക്ഷേ മിനിമം ഒരു 3 hours കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ഇപ്പോൾ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നു, അപ്പോൾ നിങ്ങളൊരു 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആവുന്നതൊക്കെ കഴിഞ്ഞ് ഒരു 6 മണി ടു ഒരു 9 മണി വരെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയേക്കാം. അതിനുശേഷം നിങ്ങൾ വീണ്ടും രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നു, എന്തെങ്കിലും ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് ഒരു 3 hours. ഈ നെക്സ്റ്റ് 3 hours കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കണമെന്നാണോ മിസ് പറയുന്നത്? ഒരിക്കലല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു 25 minutes പഠിക്കാം, അതിനുശേഷം ഒരു 5 minute ബ്രേക്ക് എടുക്കാം. ദെൻ നെക്സ്റ്റ് 25 minutes പഠിക്കാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു 5 minutes ബ്രേക്ക് എടുക്കാം. പിന്നെ നിങ്ങൾ നെക്സ്റ്റ് വീണ്ടും ഈ സൈക്കിള്, പിന്നെ അടുത്തൊരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താക്കാം? ആ ഒരു ബ്രേക്ക് ഒരു 10 minutes ആക്കാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? കുഞ്ഞു കുഞ്ഞു ബ്രേക്ക് എടുത്ത് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? മൊത്തത്തിൽ ഞാനൊരു 3 മണിക്കൂർ പഠിച്ചൊരു ഫീൽ കിട്ടും. അല്ലാതെ ഒരിക്കലും അരമണിക്കൂർ പഠിച്ച് 1 മണിക്കൂർ ബ്രേക്ക് എടുക്കുന്ന രീതിയിലേക്ക് ആവരുത്. അപ്പോൾ ഒന്നോട്ട് തീരുമില്ല, നമ്മൾ കുറേ നേരം ഇരിക്കുന്ന ഒരു ഫീലും കിട്ടും. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്റ്റഡി ടൈം നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ 8 മണിക്കൂർ പഠിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളൊരു 3 hours നിങ്ങൾ രാവിലെ ഒരു 3 hours പഠിച്ചു. ദെൻ നിങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു 3 hours പഠിച്ചു. അതിനുശേഷം നിങ്ങളുടെ എന്താണ്? നിങ്ങളുടെ ഒരു ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങളൊരു 2 hours പഠിച്ചാൽ തന്നെ എഫക്റ്റീവായി തീർന്നില്ലേ? ഇനി ഇത് രാത്രി പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു 8 മണിക്കാണെങ്കിൽ ഭക്ഷണം കഴിച്ചു ഒരു 9 to എത്ര പഠിക്കാം? ഒരു 12 പഠിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ചു റിഫ്രഷ്മെൻറ്റ് കഴിഞ്ഞ് ദെൻ ഉച്ചയ്ക്ക് ആഫ്റ്റർനൂൺ പഠിക്കാം, ദെൻ ഈവനിങ് പഠിക്കാം. ആ രീതിയിൽ നിങ്ങളൊരു 3 hours കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് ദെൻ നെക്സ്റ്റ് ഒരു 3 hours, ഈ 3 hours പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഈ രീതിയിൽ പ്ലാൻ ചെയ്യുക. അപ്പോഴെന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ടും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തീരും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങളുടെ ഈ സ്റ്റഡി ലീവുകളിൽ നിങ്ങൾ പഠിക്കാൻ. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, മിസ് ഇത്രയും ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണ്ടേ? ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? ഇത്രയും ദിവസങ്ങൾക്ക് നിങ്ങൾ ഒറ്റയടിക്ക് ടൈം ടേബിൾ ഉണ്ടാക്കണ്ട. നിങ്ങൾ ഈ ഫസ്റ്റ് നിങ്ങളുടെ ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ഫിസിക്സ് ഉണ്ടല്ലോ, ബയോളജി ഉണ്ടല്ലോ, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓരോ സ്റ്റഡി ലീവുള്ള. ഇപ്പോൾ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് ഇപ്പോൾ തിങ്കളാഴ്ചയാണ്, അപ്പോൾ നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ഉണ്ട് 2 ദിവസം. പിന്നെ ഫിസിക്സിന് വേണ്ടിയിട്ട്, പിന്നെ ബയോളജിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ദിവസങ്ങൾ ഈ എക്സാംസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്, സ്റ്റഡി ലീവുകൾ കുറവുള്ള ദിവസം. അപ്പോൾ ഈ എക്സാംസിനെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ റെഡിയാക്കാം ഇനി വരുന്നുള്ള ദിവസങ്ങളിൽ. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബയോളജിയിൽ നിങ്ങൾക്ക് എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് അറിയാം, വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ കെമിസ്ട്രി ആണ് കുറച്ചുകൂടി കവർ ചെയ്യാനുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതാണ് മിസ് പറഞ്ഞത്, ഇനി ഉണ്ടാക്കുന്ന ടൈം ടേബിൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കണം. ഓക്കെ, എന്തായാലും ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഒരു ഇതൊന്നും എവിടെ എത്തുന്നില്ലല്ലോ, ഇതൊക്കെ ഞാൻ ചെയ്യണ്ടേ എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ്? അതിൻ്റെ റിസൾട്ട് ഭയങ്കര നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അടിപൊളിയായിരിക്കും. അത് മിസ് എത്രത്തോളം ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എക്സാം വരുന്നു അല്ലേ? നിങ്ങളുടെ സ്റ്റഡി ടൈം ടേബിൾ വരുന്നു. അതായത് നിങ്ങളുടെ ടൈം ടേബിൾ, നിങ്ങളുടെ മോഡൽ എക്സാം, നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ വരുമ്പോൾ ഞങ്ങളും ഇതേപോലെ ഒരു സ്റ്റഡി ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ നോട്ട്സ് ഉണ്ടാക്കണം അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ബയോളജിക്ക് ഇപ്പോൾ എത്ര ദിവസം, അതേപോലെ SSLCയിൽ ഉണ്ടാവും, +1 ഉണ്ടാവും, 9ാം ക്ലാസ്സിൽ ഉണ്ടാകും. അപ്പോൾ
നിങ്ങൾക്ക് ഓരോ ദിവസവും ഇപ്പോൾ ഇവിടെ മാത്സിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ദിവസം സ്റ്റഡി ലീവ് ഉണ്ടെങ്കിൽ അത്രയും ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ആ ഓരോ ക്ലാസ്സിലും ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് എടുത്തു തരേണ്ടത്, അതിൻ്റെ PPTകൾ ഞങ്ങൾ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിത് ഓരോന്ന് പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ഇത് മതിയാവോ, അത് മതിയാവോ, ഇനി ഇത് എന്താണ് ചെയ്യേണ്ടത്, ഓരോ ടീച്ചേഴ്സും ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ചെയ്തു വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, ചിലപ്പോൾ സെയിം ഡേ 2 ക്ലാസ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ആരാ കയറുന്നത് എന്നുള്ളത് മാറി മാറി എടുത്താൽ മതി. പക്ഷേ നോട്ട്സൊക്കെ ഓൾറെഡി റെഡി ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഈ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരിക്കും. കാര്യം പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ എൻ്റെ മക്കൾ പ്ലാൻ ചെയ്യുക. ഇനി ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ എൻ്റെ മക്കൾ മിസ്സിന് വേണ്ടി ചെയ്യാനുള്ളത്, നിങ്ങൾ ഏകദേശം അല്ല ഇനിയിപ്പോൾ ഒരു 2 ദിവസത്തേക്കുള്ള ഇന്നത്തെയും നാളത്തെയും ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇരുന്നാൽ മതി. അപ്പോൾ ഇന്നും നാളെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തെ നിങ്ങളുടെ ടൈം ടേബിൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വളരെ ഷോർട്ടായിട്ട്, നിങ്ങൾ ഇത്ര മണിക്കൂർ ഇത് പഠിക്കുന്നു, ഇത്ര മണിക്കൂർ നിങ്ങൾ രാവിലെ ഈ സമയത്ത് എഴുന്നേൽക്കുന്നു, ഇത്ര മണിക്കൂർ ഇത് പഠിക്കുന്നു, സ്റ്റഡി ടൈം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അതെന്തിനാണ് എല്ലാവരോടും കമൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ടൈം ടേബിൾ കാണുമ്പം അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആണല്ലോ, എന്നാൽ എനിക്ക് ഇങ്ങനെ ചെയ്യാലോ, എനിക്കിതും കൂടെ ചെയ്യാലോ എന്ന് മറ്റുള്ളവർക്കും ഐഡിയ കിട്ടും അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ എക്സാമിനർ ഫാമിലിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം കൂടെ, ബാക്കി പഠിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ കൂടെ ആർക്കെങ്കിലുമൊക്കെ ഒരു ബോധം ഉണ്ടാവും, ഓ പഠിക്കുന്നുണ്ട്, എല്ലാവരും പഠിക്കുന്നുണ്ട്, എന്നാൽ ഞാനും പഠിക്കണം എന്നുള്ളൊരു ബോധം നമ്മൾ വഴി വേറൊരാൾക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അത് മാത്രമല്ല, നമുക്ക് എല്ലാവരുടെയും ടൈം ടേബിൾ അനലൈസ് ചെയ്ത് നമ്മുടെ ടൈം ടേബിൾ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും നമുക്കത് നല്ല രീതിയിലേക്ക് നമ്മുടെ റിസൾട്ട് വരും. അതല്ല നിങ്ങൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് വേസ്റ്റ് ആവും. അപ്പോൾ എന്ത് വേണമെന്ന് എൻ്റെ കുട്ടികളെ തീരുമാനിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.